അച്ചാറ്, പിന്നെ നിർത്താം ഇതും അച്ചാർ. ഇതെന്താ അച്ചാറാണ്? ഇത് നെല്ലിക്കച്ചാറാണ്. പിന്നെ ഗൈസ് ഇത് ചോറ്. ഇത് ഹൈഡ് ചിക്കൻ ബിസ്ക്കറ്റ് വാങ്ങിയതാണ്. ഇത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് മൂന്നാം ഓണമാണ് അല്ലേ? മൂന്നാം ഓണം. അപ്പോൾ നമ്മൾ ഇന്നലെ തിരുവോണമൊക്കെ അമ്മേൻ്റെ വീട്ടിലായിരുന്നു. അവിടെ നിന്ന് വന്നു, നല്ല വൈകുന്നേരത്ത് വന്നു. പിന്നെ സാധാ ചോറും കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറിനാൻ വേണ്ടി പോവുകയാണ്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് സാമ്പാർ ഞാൻ ഇപ്പം ഇന്നുണ്ടാക്കി, മമ്പയർ ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ ഇത് ഫ്രിഡ്ജിൽ 2 ദിവസം മുന്നേ ചിക്കൻ കൊടുന്നതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു 3 കഷ്ണം വെച്ചെടുക്കാനുള്ള അത്രയേ ഉള്ളൂ. അത് ഞാൻ സത്യത്തിൽ ഞാൻ മറന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഫ്രീസറിൽ വെള്ളം എന്തോ നോക്കിയപ്പോഴാണ് ഒരു കുഞ്ഞ് ബോക്സിൽ ഇങ്ങനെ വെച്ചത് കണ്ടത്. അപ്പോൾ അതെടുത്തിട്ട് തന്നെ വറുത്തു. പിന്നെ ഇത് അവിടുന്ന് ഉപ്പേരി ക്യാബേജ് തോരൻ എന്നല്ല ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്നത്, ഞാൻ ചൂടാക്കിയത്. പിന്നെ കുറച്ച് അവിയലും. ഇത് 3 ഞാൻ ഉണ്ടാക്കിയത്, മമ്പയർ ഉപ്പേരി, സാമ്പാറും. പിന്നെ പുളിഞ്ചൊക്കെ ഉണ്ട് കേട്ടോ, അച്ചാറും ഇതൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ എടുത്തില്ല. അപ്പോൾ ചോറുണ്ണാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ പറ്റിയെന്ന് വിചാരിക്കണു. എല്ലാവരും ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ ആഘോഷിച്ചില്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ആഘോഷിക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും. പിന്നെ നല്ല വെയിലാണ് കേട്ടോ, ഇന്നലെ ഇന്നൊക്കെ നല്ല വെയിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇന്ന് ഞാൻ കുക്കിങ്ങിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല, എന്നും ഇത് തന്നെയല്ലേ ചെയ്യാറുള്ളത്, കുക്കിങ്ങിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഓക്കെ, ഫുഡ് കഴിക്കട്ടെ. ഇന്നലെ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയില്ല. അപ്പം ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തോ പോലെ, ആളില്ലാത്ത പോലെ തോന്നി. അവിയൽ ഇന്നലെ കഴിച്ചില്ലേ, അതിനേക്കാൾ എന്താണ് ടേസ്റ്റ് തോന്നുന്നത്. ഈ മൂന്നാം ഓണത്തിനൊക്കെ ശരിക്കും സദ്യ ആവില്ല, അതായത് വിരുന്നുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് മുതൽ നെയ്ച്ചോറ്, ബിരിയാണി അങ്ങനത്തെയൊക്കെ ആയിരിക്കും. നമുക്ക് ഓൾറെഡി സദ്യയൊക്കെ ഒരു ദിവസം കഴിക്കുമ്പോൾ തന്നെ പിന്നെ പിറ്റേ ദിവസമൊന്നും വേണ്ടി വരില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒറ്റപ്പാലത്താണ് ഓണസദ്യ അങ്കമാലിയിൽ വെച്ചിട്ടായിരുന്നു, ഒരു റെസ്റ്റോറൻറ്റിൽ. 3 തരം പായസം, അട, പരിപ്പ്, പിന്നെന്തായിരുന്നു, അടപ്പായസം, പരിപ്പ് പായസം, സേമിയ പായസം. പായസത്തിന് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം സെറ്റ് സാരിയൊക്കെ എടുത്ത് ലൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മ ഉണ്ട് മക്കളെ വിളിക്കണേ. ഇന്ന് നബിദിനാണല്ലോ. ഞങ്ങൾ അവിടെയാണെങ്കിൽ പള്ളീൻ്റെ പുറകിലാണ് ഞങ്ങൾ വീട്, ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അവിടെ പള്ളിയിൽ ഓരോ ഇതുപോലെ നബിദിനം പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫുഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം അവിടേക്ക് നിന്നിങ്ങനെ പോയിട്ട് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നീലിയമ്മേനെ കണ്ടിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ. അപ്പോൾ നീലിയമ്മേനെ ഒന്ന് കാണണം. നീലിയമ്മേനത് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കണം, പുഴയിലൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. മക്കളവിടെ 3 ഉണ്ട് കേട്ടോ, അവരൊക്കെ ഒന്ന് വാതിലടയ്ക്കാനൊക്കെ പറഞ്ഞയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇത് കണ്ടിട്ടാണ് ഇത് വീടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. ഇത് വീടാണോ, നിങ്ങൾ വാടകയ്ക്കാണോ എന്നുള്ളത്. അപ്പോൾ അത് പുല്ല് വളർന്നത് കണ്ടോ, കിണറിൻ്റെ ആ സൈഡിലേക്ക് അങ്ങോട്ട് നല്ലോണം പുല്ലുണ്ട്.
അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊട്ടിക്കലിൽ എത്താനാകുമ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ച നബിദിനത്തിൻ്റെ റാലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഞങ്ങൾ കറക്റ്റ് സമയത്താണ് എത്തിയത്. റാലി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും മുജീബാക്കാൻ്റെ വീട്ടിൽ അവിടെ ഇരുന്നിട്ട് മാളുമത്താത്താൻ്റെ വീടിൻ്റെ അവിടെ മതിൽമങ്ങനെ ഇരുന്നപ്പോൾ മാളുമത്താനോട് സിറ്റുകളിൽ കുറേ പേര് ഇത് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ താത്ത വിളിച്ചപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. ഇവിടെ തിണ്ണയിലിരുന്നാൽ റോഡ് ഇങ്ങനെയാണല്ലോ, അപ്പോൾ നമുക്ക് ശരിക്കും കാണാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ താത്ത വെള്ളമൊക്കെ ഉണ്ടായി കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പുഴയുടെ ഒന്നും ചിലപ്പോഴേ ഇനി പോവുള്ളൂ, കാരണം ഇത് കണ്ടിരുന്ന് കുറേ സമയം അങ്ങനെ തന്നെ പോകുമല്ലോ. അപ്പോൾ ഈ ഒരു പാട്ടിടുമ്പോൾ കോപ്പിറൈറ്റ് വരുമോ എന്നൊക്കെ അറിയില്ല. കോപ്പിറൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പാട്ട് പിന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് ആ പാട്ടോടുകൂടി തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ എന്താ പറയുക, പള്ളിയിലെ ചോറ് പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം ഓടി വന്നതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്കിത് കാണാം കേട്ടോ, വീഡിയോ ഒന്ന് കണ്ടോക്കെ. പാലസം ത്വയ്ബായി ചേർത്തിവൻ പാടിനേടാവേ എന്നെ പാതിഹീങ്ങളെ ചേർത്തിടാനായി സ്നേഹരാജാവേ. തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമാൻ വന്നതില്ല. തിങ്കളെ ഞാൻ കണ്ടതില്ല, തങ്കമുഖമാൻ വന്നതില്ല. തങ്ങളെ ഞാനെന്ന് കാണും കാലമറിയില്ല. എന്റെ നോവ് തീരാൻ മതി മാത്രം വേറെ ശിഫ. مرحبا جد الحسين مرحبا أهلا وسهلا يا رسول الله الله مرحبا يا خير داعي يا حبيب الله وتحمل رسالي أيها الشرف الجزيل. കിട്ടിയോ? 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 അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. നബിദിനത്തിൻ്റെ ചെറിയ പരിപാടിയൊക്കെ കണ്ടു ഇങ്ങോട്ട് എത്തിട്ടോ. അച്ചാറ് പിന്നെ നിർത്താം. ഇതും അച്ചാർ. ഇതെന്താ അച്ചാറാണ്? ഇത് നെല്ലിക്കച്ചാറാണ്. പിന്നെ ഗൈസ് ഇത് ചോറ്. ഇത് ഹൈഡ് ചിക്കൻ ബിസ്ക്കറ്റ് വാങ്ങിയതാണ്. ഇത് തേങ്ങ. ഇത് മാളുമാത തന്നാടുത്ത. ഞാൻ ചെന്നപ്പോൾ പൊളിക്കുന്നുണ്ട്. മാളുമാത പൊളിച്ചാണ്ട് കവറിലിട്ട് തന്നത് കുറേ ഉണ്ട് കേട്ടോ. 5-6 തേങ്ങ ഉണ്ട്. ഇന്നത്തെ നബിദിന റാലിയും പള്ളിയിലെ ചോറും രണ്ടും പൊളിയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ അതൊക്കെ പോയി, ഞങ്ങൾക്ക് ചോറ് കിട്ടി, വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാ കുട്ടികൾക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ, ടേക്ക് കെയർ.